നമസ്കാരം. ആലപ്പി അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരുപാട് സൗന്ദര്യമോ സൗഭാഗ്യമോ സൗകര്യമോ ഉണ്ടായിട്ട് യാതൊരു കാര്യവുമില്ല. സ്നേഹവും സമാധാനവും ഇല്ലെങ്കിൽ ഏത് മണിമാളികയും നരകതുല്യമാണ്. എന്നാൽ ജീവിതത്തിൽ ഇതെല്ലാം നേടിയെടുത്ത സ്വർഗതുല്യമായ ജീവിതം നയിക്കുന്ന ശ്രേയ ഘോഷാൽ എന്ന ഗായിക ചവിട്ടിക്കയറിയ ഉയർച്ചയുടെ പടവുകൾ എങ്ങനെയെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ശബ്ദം കൊണ്ടും ആലാപനം കൊണ്ടും മലയാളത്തിന്റെ ആത്മാവിലേക്ക് പെയ്തിറങ്ങി വിസ്മയം സൃഷ്ടിച്ച ഗായികയാണ് ശ്രേയ ഘോഷാൽ. മലയാളികളുടെ മനം കവർന്ന ഈ സുന്ദരി സ്വാമി വിവേകാനന്ദന്റെയും രവീന്ദ്രനാഥ ടാഗോറിന്റെയും സത്യജിത് റേയുടെയും നാടായ ബംഗാളിൽ നിന്ന് വന്നതാണ് ഈ വാനമ്പാടി. ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെമ്പാടും ഈ ഗായികയ്ക്ക് ആരാധക വൃന്ദങ്ങളുണ്ട്. സരിഗമ എന്ന ഹിന്ദി റിയാലിറ്റി ഷോയിലൂടെ കടന്നു വന്ന ഗായികയായ ഇവർ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന ഒരു ഗായിക കൂടിയാണ്. സരിഗമയിൽ പങ്കെടുത്ത് പാടുമ്പോൾ ഫിനാലയിൽ യാതൊരു മ്യൂസിക് അകമ്പടിയും ഇല്ലാതെ ഒരു പാട്ട് പാടണം. പാടിക്കഴിഞ്ഞാൽ ആ പാട്ടും അതിന്റെ മ്യൂസിക്കും കൂടി ഒന്നിച്ച് പ്ലേ ചെയ്യും. എത്രത്തോളം മ്യൂസിക്കുമായി മാച്ച് ആകുമെന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയാണത്. ശ്രേയ അന്ന് പാടിയത് ആശാ ഭോസ്ലെയുടെ ഒരു പാട്ടായിരുന്നു. അത് മ്യൂസിക്കുമായി ഒത്തുനോക്കിയപ്പോൾ അണുവിട മാറ്റമില്ലായിരുന്നു. അന്നത്തെ ആ പെൺകുട്ടിയുടെ പാട്ട് വീട്ടിലിരുന്ന് ടെലിവിഷനിലൂടെ കണ്ട ഒരമ്മ തന്റെ മകനോട് ആ പെൺകുട്ടിയെ കുറിച്ചും ആ പെൺകുട്ടി പാടിയ പാട്ടിനെ കുറിച്ചും വാതോരാതെ വർണ്ണിച്ചു കൊണ്ടിരുന്നു. ആ മകനാണ് ഹിന്ദിയിലെ സൂപ്പർ ഡയറക്ടറായ സഞ്ജയ് ലീല ബൻസാരി. അങ്ങനെയാണ് ഷാരൂഖ് ഖാനും ഐശ്വര്യ റായും ചേർന്ന് അഭിനയിച്ച ദേവദാസ് എന്ന ചിത്രത്തിലെ ബേരി പിയായി എന്ന് തുടങ്ങുന്ന സുന്ദര ഗാനം പാടാൻ അവർക്ക് അവസരം ലഭിക്കുന്നത്. അന്നത്തെ ആ 16-കാരിയായ പെൺകുട്ടി പാടിയ ആദ്യ ചിത്രത്തിലെ പാട്ടിന് തന്നെ നാഷണൽ അവാർഡ് ലഭിക്കുന്നു. കഴിവ് മാത്രം പോരാ, ഭാഗ്യവും കൂടി വേണമെന്നുള്ളതിന് ഏറ്റവും നല്ലൊരു തെളിവാണിത്. വീട്ടിലിരുന്നൊരു അമ്മ ടിവിയിൽ സംഗീത റിയാലിറ്റി ഷോ കാണുന്നു, മകനോട് പറയുന്നു. ഷാരൂഖ് ഖാന്റെ പടത്തിൽ പാടാൻ അവസരം ലഭിക്കുന്നു. ആദ്യത്തെ പാട്ടിന് നാഷണൽ അവാർഡും ലഭിക്കുന്നു. ഇതിനെയാണ് മഹാഭാഗ്യം എന്ന് പറഞ്ഞത്. ഇന്ത്യയിലെ ഏതു ഭാഷയിലും അനായാസമായി ഭാഷാശുദ്ധിയോടുകൂടി മധുരമായ സ്വരത്തിൽ സംഗീതം ആലപിക്കാൻ ഈ വാനമ്പാടിക്ക് കഴിയും. ശ്രേയയുടെ മലയാള അക്ഷരസ്ഫുടത അപാരമാണെന്ന വിലയിരുത്തൽ സംഗീത സംവിധായകർക്കിടയിൽ സജീവമാണ്. അത്രയും സ്ഫുടതയോടുകൂടിയാണ് ശ്രേയ മലയാള പാട്ടുകൾ പാടുന്നത്. മിക്ക അന്യഭാഷാ ഗായികമാരും മലയാളത്തിൽ പാടുമ്പോൾ ഉച്ചാരണ ശുദ്ധിയിൽ ചില പാകപ്പിഴകൾ വരാറുണ്ട്. ഉദാഹരണത്തിന് റാ എന്നുള്ളത് ചിലപ്പോൾ രാ ആയി മാറാറുണ്ട്. സംഗീത സംവിധായകൻ അഫ്സൽ യൂസഫ് പറയുന്നത് മലയാള പാട്ടുകൾ ഇത്ര കൃത്യതയോടെ അവർക്ക് പാടാൻ കഴിയുന്നതിന് ഒരു കാരണമുണ്ടെന്നാണ്. സാധാരണ അന്യഭാഷാ ഗായികമാർ പാട്ട് പാടാൻ വേണ്ടി അത് പകർത്തി എഴുതിയെടുക്കുമ്പോൾ ഒന്നുകിൽ അവരുടെ മാതൃഭാഷ അല്ലെങ്കിൽ ഇംഗ്ലീഷിലായിരിക്കും എഴുതിയെടുക്കുക. ഇത് പലപ്പോഴും ഉച്ചാരണ പിഴവുകൾക്ക് കാരണമാകും. എന്നാൽ ശ്രേയ ഘോഷാൽ പാട്ട് കേട്ടെഴുതിയെടുക്കുന്നത് ദേവനാഗരി ലിപിയിലാണ്. ഈ സംസ്കൃത ലിപിയാണ് മിക്ക ഇന്ത്യൻ ഭാഷയുടെയും ഉത്ഭവകേതു. ഭാഷ ഏതായാലും അവർക്കത് നിഷ്പ്രയാസം സാധിക്കുന്നത് ഈ സാംശീകരണത്തിലൂടെയാണ്. ഞാൻ സംവിധാനം ചെയ്ത ഒരു ചിത്രത്തിന് വേണ്ടി ശ്രേയ ഘോഷാൽ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. അതിന്റെ സംഗീത സംവിധായകൻ അഫ്സൽ യൂസഫ് ആയിരുന്നു. അടിയന്തരാവസ്ഥ കാലത്തെ അനുരാഗം എന്ന എന്റെ ചിത്രത്തിലേക്ക് വേണ്ടിയുള്ള ഒരു ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ് ആയിരുന്നു അത്. സ്വർഗത്തിൽ വാഴും യേശുനാഥ എന്ന് തുടങ്ങുന്ന ആ ഗാനം ശ്രേയ ഘോഷാൽ ആദ്യമായി സിനിമയ്ക്ക് വേണ്ടി പാടുന്ന ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ് ആണ്. നിങ്ങൾക്കത് യൂട്യൂബിൽ കാണാവുന്നതാണ്. കാഴ്ച പരിമിതിയുള്ള അഫ്സൽ യൂസഫിനോട് ശ്രേയ ഘോഷാലിന് വളരെയധികം സ്നേഹവും വാത്സല്യവുമാണ്. മറ്റുള്ള സംഗീത സംവിധായകരൊക്കെ അവരുടെ മാനേജരെയാണ് സമീപിക്കേണ്ടതെങ്കിൽ അഫ്സലിന് അവർ തന്റെ പേഴ്സണൽ നമ്പറും കൊടുത്തിട്ടുണ്ട്. ഏത് സമയം വിളിക്കാനുള്ള സ്വാതന്ത്ര്യവും കൊടുത്തിട്ടുണ്ട്. ഈ പടത്തിൽ പാടിയ മറ്റൊരു ഗായികയുടെ പ്രതിഫലത്തിന്റെ 10 ഇരട്ടി തുകയാണ് അവർക്ക് കൊടുക്കേണ്ടി വന്നത്. പ്രസവാനന്തര പരിചരണത്തിലായതിനാൽ അവർ അന്ന് പാട്ടുകളൊന്നും പാടിയിരുന്നില്ല. അഫ്സൽ യൂസഫിനോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമാണ് ആ സമയത്ത് അവർ ആ പാട്ട് പാടിത്തന്നത്. മലയാളത്തിൽ അവരെ കൊണ്ടുവന്ന് ആദ്യമായി പാടിച്ചത് അൽഫോൺസ് എന്ന സംഗീത സംവിധായകനാണ്.
ചിത്രമാണ്. എന്നാൽ അവർ ഏറ്റവും കൂടുതൽ പാട്ട് പാടിയിരിക്കുന്നത് എം ജയചന്ദ്രന്റെ സംഗീത സംവിധാനത്തിലാണ്. അൻവർ എന്ന ചിത്രത്തിലെ കിഴക്ക് പൂക്കും ഒരിക്കിനെന്തൊരു ചുകചുകപ്പാണ്, വീരപുത്രൻ എന്ന ചിത്രത്തിലെ കണ്ണോട് കണ്ണോരം നോക്കിയിരുന്നാലും എന്ന് തുടങ്ങി എത്രയെത്ര മനോഹരമായ ഗാനങ്ങൾ അവരുടെ കണ്ഠനാളത്തിലൂടെ നമുക്കായി സമ്മാനിച്ചു. മലയാളത്തിൽ ശ്രേയ ഘോഷാൽ ഒരു തരംഗമായി മാറിയപ്പോൾ അവർക്കെതിരെയും അവരെ പാടിപ്പിച്ച സംഗീത സംവിധായകർക്കെതിരെയും എതിർ ശബ്ദങ്ങൾ ഉയർന്നു വന്നു. ഇവിടെയുള്ള ഗായികമാരുടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നു എന്നതായിരുന്നു ആരോപണം. അതിന് സംഗീത സംവിധായകൻ എം ജയചന്ദ്രൻ ഉചിതമായ മറുപടിയും കൊടുത്തു. അദ്ദേഹം പറയുന്നു, നമ്മുടെ ചിത്രചേച്ചി തമിഴ്നാട്ടിൽ പോയി 100 കണക്കിന് തമിഴ് പാട്ടുകൾ പാടുന്നു, നാഷണൽ അവാർഡ് വരെ വാങ്ങുന്നു, ആരും ഒരു പരാതിയും പറയുന്നില്ല. മലയാളത്തിൽ പാടിയ മലയാളികളല്ലാത്ത ഗായികമാരുടെ ഒരു നിര തന്നെ അദ്ദേഹം നിരത്തുന്നുണ്ട്. പി സുശീലയും ജാനകിയമ്മയും മാധുരിയും വസന്തയും വാണി ജയറാമും ഇവരൊന്നും മലയാളികളല്ലല്ലോ. അവരൊക്കെ പാടിയപ്പോൾ ആർക്കും പരാതിയുമില്ലല്ലോ. അവരെയൊക്കെ കൊണ്ട് പാടിച്ച സംഗീത സംവിധായകരായ ദേവരാജൻ മാസ്റ്ററെയും രാഘവൻ മാസ്റ്ററെയും ദക്ഷിണാമൂർത്തി സ്വാമിയെയും ആരും ഒരിക്കലും കുറ്റപ്പെടുത്തിയിട്ടുമില്ല. ശ്രേയ ഘോഷാൽ എന്ന ജീനിയസിന്റെ ശബ്ദം മലയാളത്തിന് ആവശ്യമുള്ളത് കൊണ്ടാണ് അവരെ കൊണ്ട് പാടിച്ചതെന്നും അദ്ദേഹം പറയുന്നു. സംഗീതത്തിന് എന്ത് ഭാഷ, എന്ത് മതം, എന്ത് ജാതി. സ്കൂൾ പഠനകാലത്ത് ഒപ്പമുണ്ടായിരുന്ന ബാല്യകാല സുഹൃത്തിനെ വർഷങ്ങൾക്ക് ശേഷം സ്കൂൾ റീയൂണിയനിൽ വെച്ച് കണ്ടുമുട്ടുന്നു. ആ സൗഹൃദം കൂടുതൽ ദൃഢമാകുന്നു. ഒരു സുഹൃത്തിന്റെ വിവാഹ ചടങ്ങിൽ വെച്ച് വീണ്ടും അവർ പരസ്പരം കണ്ടുമുട്ടുന്നു. ആ സുഹൃത്തിന്റെ പേരാണ് ശിലാദത്യ മുഖോപാധ്യായ. അവിടെ വെച്ച് അദ്ദേഹം വിവാഹ അഭ്യർത്ഥന നടത്തുന്നു. ഇലക്ട്രോണിക് എഞ്ചിനീയറായ അദ്ദേഹം നമ്മളൊക്കെ ഫോണിൽ ഉപയോഗിക്കുന്ന ട്രൂ കാളർ ആപ്പിന്റെ ഗ്ലോബൽ ഹെഡാണ്. അങ്ങനെ അവർ വിവാഹത്തിലേക്ക് കടക്കുന്നു. ഇപ്പോൾ അവർക്കൊരു കുട്ടിയുമുണ്ട്. 2011 കരൺ ജോഹർ നിർമ്മിച്ച ചിത്രത്തിൽ ചിക്കിനി ചമേലി എന്നൊരു ഗാനമുണ്ട്. കത്രീന കൈഫ് എന്ന നടി 100 കണക്കിന് പുരുഷന്മാരോടൊപ്പം മാദക നൃത്തം ചെയ്യുന്ന രംഗത്തിലെ ഗാനമായിരുന്നു അത്. ആ ഗാനത്തിലെ വരികളെ കുറിച്ച് വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. ആ പാട്ടിലെ വരികൾ സ്ത്രീ വിരുദ്ധത നിറഞ്ഞതാണെന്നും അശ്ലീല വാക്കുകൾ കടന്നുകൂടിയിട്ടുണ്ടെന്നും പരാമർശമുണ്ടായി. താനത് പാടിയത് തെറ്റായി പോയി എന്ന് ശ്രേയ ഘോഷാൽ ഇപ്പോൾ സമ്മതിക്കുന്നുമുണ്ട്. അതിന്റെ പ്രസാധകർ പറയുന്നു, അന്ന് പാടി പൈസയും വാങ്ങി പോയിട്ട് ഇപ്പോൾ പറഞ്ഞിട്ട് എന്ത് കാര്യമെന്ന്. ഹിന്ദി അറിയാവുന്ന ശ്രേയ ഘോഷാലിന് ഹിന്ദി ദ്വയാർത്ഥങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയില്ല എന്ന് പറയുന്നത് വിശ്വസിക്കാൻ പറ്റില്ല. ഇപ്പോൾ അത് തെറ്റാണെന്ന് പറയുന്നതിൽ എന്തർത്ഥമെന്നും അവർ ചോദിക്കുന്നു. ഇനി മറ്റൊരു വിവാദം എന്താണെന്ന് വെച്ചാൽ, ശ്രേയ ഘോഷാൽ പങ്കെടുത്ത ഒരു അവാർഡ് നിശയിൽ വെച്ച് ഗായകൻ ഉദിത് നാരായൺ അനുവാദമില്ലാതെ അപ്രതീക്ഷിതമായി ശ്രേയയ്ക്ക് ഒരു മുത്തം കൊടുത്തതാണ്. ചുംബനം അപ്രതീക്ഷിതമായതിനാൽ ശ്രേയ ഘോഷാൽ സ്തബ്ധയായി പോയി, ഷോക്കായി പോയി. ഉദിത്തിനെതിരെ വിമർശനങ്ങൾ ഉയർന്നു. അദ്ദേഹം ഇതിനു മുൻപും സെൽഫി എടുക്കാൻ വന്ന ഒരു പെൺകുട്ടിയോടും കരിഷ്മ കപൂർ എന്ന നടിയോടും മറ്റ് പലരോടും ഇത്തരം വഷളത്തരങ്ങൾ കാട്ടിയിട്ടുമുണ്ട്. അദ്ദേഹം പറയുന്നത്, ആരാധികമാരെ ചുംബിക്കുന്നത് അവർ ചിലപ്പോൾ ഉന്മാദിനികളെ പോലെയാണെന്നും ചില സ്നേഹപ്രകടനങ്ങൾ അവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണെന്നും അത് ഇത്ര വലിയ പ്രശ്നമാക്കി വിവാദമാക്കേണ്ട കാര്യമില്ലെന്നാണ് അദ്ദേഹത്തിന്റെ ഭാഷ്യം. ശ്രേയ ഘോഷാലിന്റെ ആദ്യ ചിത്രത്തിൽ ശ്രേയയോടൊപ്പം പാടിയ ഗായകനാണ് ഉദിത് നാരായൺ. ഇവർ രണ്ടുപേരും ചേർന്ന് തമിഴിൽ വിജയ് തൃഷ അഭിനയിച്ച കുരുവി എന്ന ചിത്രത്തിന് വേണ്ടി പാടിയ തേൻ 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 ഉന്നെ തേടി അലഞ്ഞേ എന്ന ഗാനം സൂപ്പർ ഡൂപ്പർ ഹിറ്റാണല്ലോ. ശ്രേയ ഘോഷാൽ ഒരു ജന്മം കൊണ്ട് നേടാവുന്നത്ര അവാർഡുകളും ബഹുമതികളും അംഗീകാരങ്ങളും ഒക്കെ വാരിക്കൂട്ടി. 5 നാഷണൽ അവാർഡുകളും 100 കണക്കിന് മറ്റ് അവാർഡുകളും ഈ പ്രായത്തിനുള്ളിൽ അവർ നേടിയെടുത്തു. ഇനിയും ശ്രേയ ഘോഷാലിന്റെ നല്ല ഒരുപാട് പാട്ടുകൾക്കായി നമുക്ക് കാത്തിരിക്കാം. അവർക്ക് ഭാവുകങ്ങൾ നേരുന്നു. ഒരാളെ നമ്മൾ കാണുമ്പോഴുള്ള അവസ്ഥയെ അടിസ്ഥാനമാക്കി അയാളുടെ ഭാവിയെ നമ്മൾ വിലയിരുത്തരുത്. കാരണം കാലത്തിന് കറുത്ത കൽക്കരിയെപ്പോലും തിളങ്ങുന്ന വജ്രമാക്കി മാറ്റാനുള്ള ശക്തിയുണ്ട്. നിർത്തുന്നു. നന്ദി, നമസ്കാരം.